നമസ്കാരം. ഒരു മൂന്നാം ലോക മഹായുദ്ധം നമ്മുടെ മുന്നിലേക്ക് വരുന്നുണ്ടോ എന്നുള്ള വിഷയം ഇപ്പോൾ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ്. ഇതിനായി പല കാരണങ്ങൾ ചൂണ്ടിക്കാട്ടപ്പെടുന്നുണ്ട് എങ്കിൽ പോലും ചൈനയും ജപ്പാനും തമ്മിൽ തൈവാന്റെ പേരിൽ നടക്കുന്ന തർക്കങ്ങൾ തന്നെയാണ് ഒരു മൂന്നാം ലോക മഹായുദ്ധം അനിവാര്യമാകുമോ എന്ന ദിശയിലേക്ക് വിരൽ ചൂണ്ടുന്നത്. ചൈനയാകട്ടെ ജപ്പാന് നേരത്തെ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. തൈവാൻ എന്നും തങ്ങളുടെ വകയാണ് എന്നാണ് ചൈന വിശ്വസിക്കുന്നത്. അത് കൈവിട്ടു പോയത് 1949 തൈവാൻ എങ്ങനെ തിരികെ പിടിക്കുക എന്നുള്ളത് ചൈനയുടെ എക്കാലത്തെയും മോഹമാണ്. പക്ഷേ തൈവാനല്ല സംരക്ഷണവും ഒരുക്കുന്നത് ജപ്പാനാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ എന്തെങ്കിലും നീക്കം ചൈന നടത്തിയാൽ തങ്ങൾ ശക്തമായി തിരിച്ചടിക്കുമെന്നാണ് ജപ്പാൻ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ ജപ്പാന് മുന്നറിയിപ്പുമായി ചൈന രംഗത്തെത്തിയിരുന്നു. അങ്ങനെ ജപ്പാൻ ഇടപെടൽ നടത്തിയാൽ തങ്ങളുടെ സൈന്യം, അതിശക്തമായ സൈന്യം വെറുതെ ഇരിക്കുകയില്ല എന്നും ജപ്പാന് കനത്ത തിരിച്ചടി നൽകുമെന്ന് അവർ മുന്നറിയിപ്പ് നൽകിയെന്നാണ് പറയുന്നത്. എന്നാൽ ഇതൊന്നും തന്നെ പരസ്യമായ മുന്നറിയിപ്പുകളായിരുന്നില്ല. ഔദ്യോഗിക തലത്തിൽ മാത്രമാണ് ഇത്തരം നീക്കങ്ങൾ നടക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. ഇരു രാജ്യങ്ങളിലെയും ഉന്നത ഉദ്യോഗസ്ഥന്മാർ തമ്മിൽ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ കടുത്ത രീതിയിലുള്ള വാക്പോരാട്ടമാണ് നടന്നത് എന്നാണ് പറയപ്പെടുന്നത്. കൂടാതെ ജപ്പാനിലുള്ള ചൈനീസ് പൗരന്മാരോട് ചൈനീസ് സർക്കാർ ജാഗ്രത പാലിക്കണമെന്നും ആൾത്തിരക്കുള്ള സ്ഥലത്തൊന്നും പോയി നിൽക്കരുത് എന്നും നിർദ്ദേശം നൽകിയിരുന്നു. 2027 ചൈന തൈവാൻ പിടിച്ചെടുക്കാൻ പദ്ധതിയിട്ടിട്ടുണ്ട് എന്നും ഇത് സംബന്ധിച്ച് ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ് തന്നെ സൈനിക മേധാവികൾക്ക് നിർദ്ദേശം നൽകി എന്നുമാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി അഭ്യൂഹങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ചൈനയാകട്ടെ എന്നാൽ ഇക്കാര്യത്തിലൊന്നും തന്നെ ഔദ്യോഗികമായി യാതൊരു തരത്തിലുള്ള പ്രഖ്യാപനം ഒട്ട് നടത്തിയിട്ടുമില്ല. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചൈനയുടെ കൈവശമുള്ള പോലെ ആണവായുധങ്ങൾ ജപ്പാന്റെ കൈവശമില്ല എന്നുള്ളതാണ്. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ വളരെ ശക്തമാണ്. അവ ഉപയോഗിച്ചുകൊണ്ട് ചൈന നടത്തുന്ന ആക്രമണങ്ങളെ ചെറുക്കാൻ കഴിയുമെന്നാണ് ജപ്പാന്റെ ഒരു ആത്മവിശ്വാസം. പക്ഷേ സൈനിക ശക്തിയിൽ ഇപ്പോഴും ജപ്പാന്റെ എത്രയോ പടി മുകളിൽ നിൽക്കുന്ന ഒരു രാജ്യം തന്നെയാണ് ചൈന. തൈവാന്റെ തെക്കേറ്റത്തുള്ള ഒരു ദ്വീപായ യോഗാഗിനിക്ക് ചുറ്റും ചൈനീസ് ഡ്രോണുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് ജപ്പാൻ ചൈനയ്ക്ക് ശക്തമായ മുന്നറിയിപ്പ് നേരത്തെയും നൽകിയിരുന്നു. മാത്രമല്ല ഈ മേഖലയ്ക്ക് ചുറ്റുമുള്ള കടൽ തീരങ്ങളിലൊക്കെ തന്നെ ചൈനയുടെ സൈനിക ബോട്ടുകൾ പ്രത്യക്ഷപ്പെട്ടതായും വിവരം ലഭിച്ചിരുന്നു. ഇതൊക്കെ ജപ്പാനെ പ്രകോപിപ്പിക്കുന്നതിന് വേണ്ടി ചെയ്യുന്നതാണോ എന്ന് സ്വാഭാവികമായും സംശയിക്കേണ്ടി വരും. ഈ ഒരു സന്ദർഭത്തിൽ ജപ്പാനിലെ പ്രധാനമന്ത്രി തന്നെ കഴിഞ്ഞ ആഴ്ച അവിടുത്തെ പാർലമെന്റിൽ പ്രഖ്യാപിച്ചത് തൈവാനെ ചൈന പിടിച്ചെടുക്കാൻ ശ്രമിച്ചാൽ ശക്തമായ തിരിച്ചടി നേരിടേണ്ടി വരും എന്ന് തന്നെയാണ്. ജപ്പാനെ ഭീഷണിപ്പെടുത്തുന്നത് ചൈനയുടെ പ്രതിരോധ മന്ത്രി ജിയാങ് ബിങ് തന്നെയാണ്. ബിയാങ് പറയുന്നത് തങ്ങളുടെ ആയുധശേഖരം അതിവിപുലമാണ് എന്നും പഴയ കാര്യങ്ങൾ ജപ്പാൻ മറക്കരുതെന്നുമാണ് അദ്ദേഹം പറയുന്നത്. കാരണം 1930-40 കാലഘട്ടങ്ങളിൽ ജപ്പാൻ പട്ടാളം ചൈനയിൽ വലിയ തോതിലുള്ള ആക്രമണങ്ങൾ നടത്തിയിരുന്നു. എത്രയോ ലക്ഷക്കണക്കിന് ആളുകളെയാണ് അന്ന് അവർ കൊന്നു തള്ളിയത്. അതിൻ്റെ ആ ഒരു ഓർമ്മകൾ ഇപ്പോഴും ചൈനയെ വേട്ടയാടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജപ്പാനെ എപ്പോഴെങ്കിലും കീഴടക്കാൻ ഒരു അവസരം കിട്ടിയാൽ അവർ അതിന് മുതിരും എന്നാണ് എല്ലാവരും കരുതുന്നത്. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിലാണ് ഇപ്പോൾ ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധം ഒടുവിൽ ഒരു ലോകമഹായുദ്ധത്തിലേക്ക് എത്തിക്കുമെന്ന് പലരും സംശയിക്കുന്നത്. കാരണം ഒരു വലിയ വിഭാഗം രാജ്യങ്ങൾ ജപ്പാനൊപ്പം നിൽക്കുകയും മറ്റൊരു വിഭാഗം രാജ്യങ്ങൾ ചൈനയ്ക്കൊപ്പം നിൽക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് വലിയ തോതിലുള്ള യുദ്ധത്തിന് വഴിതെളിക്കും. റഷ്യ പോലുള്ള രാജ്യങ്ങൾ എപ്പോഴും ചൈനയ്ക്ക് പരസ്യമായി പിന്തുണയ്ക്കുമ്പോൾ അമേരിക്ക ആകട്ടെ ചൈനയെ ഇപ്പോഴും ശത്രുവായിട്ട് തന്നെയാണ് കാണുന്നത്. ഇത് തന്നെയാണ് ഈ മേഖലയിലെ ഏറ്റവും വലിയൊരു ഭീഷണിയായി മാറുന്നത്.